തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾക്കായി ഓപ്പറേഷന് വിധേയരാകുന്നവരുടെയും റേഡിയേഷൻ എടുത്തവരുടെയും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുന്നവരിൽ ക്യാൻസർ വരാനുള്ള സാധ്യത 50% കൂടുന്നു എന്നാണ്. ബ്രെയിൻ, ബ്രസ്റ്റ്, പാൻക്രിയാസ്, ചർമ്മം തുടങ്ങിയ ക്യാൻസറുകളാണ് കൂടുന്നതായി കാണുന്നത്. ഓട്ടോഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനായും ഓപ്പറേഷനിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ എടുത്തു കളഞ്ഞ ശേഷവും റേഡിയേഷൻ ചികിത്സയ്ക്ക് ശേഷവും ആണ് ലീവോതൈറോക്സിൻ എന്ന മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. ഇത്തരം രോഗികളിൽ ശരീരത്തിലെ തൈറോക്സിൻ കുറവ് പരിഹരിക്കാനായി മരുന്നായി തൈറോയ്ഡ് ഹോർമോൺ നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിലൂടെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആക്കാനാകുമെങ്കിലും തൈറോയ്ഡ് രോഗം മാറില്ല. ഇമ്മ്യൂണിറ്റിയിലെ അപാകതകൾ AMAയും TPOയും ATGയും ഒക്കെ കൂടി തന്നെ നിൽക്കും. മാത്രമല്ല ഇമ്മ്യൂണിറ്റിയിലെയും മെറ്റബോളിസത്തിലെയും അപാകതകൾ പരിഹരിക്കാത്തതിനാൽ അമിതവണ്ണവും പ്രമേഹവും കൊളസ്ട്രോളും പോലുള്ള മെറ്റബോളിക് സിൻഡ്രോമുകൾക്കും ആർത്രൈറ്റിസ് പോലുള്ള മറ്റ് ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും തൈറോയ്ഡിനോ മറ്റവയവങ്ങൾക്കോ ക്യാൻസർ വരാനുള്ള സാധ്യതയും ഒക്കെ വർദ്ധിക്കും. എന്താണ് തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണം? ഗോയിറ്റർ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ്, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴ തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ എന്തെല്ലാം ശ്രദ്ധിക്കണം? മരുന്നും ഓപ്പറേഷനും ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയ്ഡ് നമ്മളുടെ തൊണ്ടയുടെ മുൻവശത്ത് ഒരു മുഴയായിട്ടാണല്ലോ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള ഒരു ഗ്ലാൻഡാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വെച്ച് നോക്കി ഒരു ബട്ടർഫ്ലൈയുടെ രീതിയിലാണ്. അതിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ചെറിയ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഉണ്ട്. ഈ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഈ തൈറോയ്ഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡും കൂടെ ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിൻ ഉണ്ടാക്കും. അതുകൂടാതെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാകുന്ന കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ് വേറൊരു ഹോർമോൺ ഉണ്ട്. അതുപോലെ പാരാതൈറോയ്ഡ് ഹോർമോൺ പാരാതൈറോയ്ഡും ഉണ്ടാക്കും. ഇതെല്ലാം നമ്മുടെ മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ്. തൈറോയ്ഡിലെ T3, T4 ആണെങ്കിലും TSH എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന TSH വന്ന് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനോട് പറയുകയാണ് എത്ര ഉണ്ടാക്കണം എന്നുള്ള കണക്ക് TSHന് ബേസിലാണ് ഇരിക്കുന്നത്. പിന്നെ T3, T4 ആണ് അതിനകത്ത് ആക്റ്റീവ് ഇതായിട്ട് വരുന്നത്. പിന്നെ അത് നമ്മുടെ ജനറൽ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഈ കെമിക്കൽ ഫാക്ടറിയിലെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. ഇപ്പോൾ ഒരു കുഞ്ഞിന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് വരികയാണെങ്കിൽ അത് ജനിക്കുമ്പോൾ തന്നെ അത് റീപ്ലേസ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആ കുഞ്ഞൊരു മെൻ്റലി റിട്ടാർഡഡ് കുഞ്ഞായി മാറാം. അതുപോലെ മാനസികവും ശാരീരികവുമായ വളർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം ഒരു ജന്മനാ തന്നെ തൈറോയ്ഡിനൊരു പ്രോബ്ലം വന്നു, അപ്പം അതുവരത്തേക്ക് അമ്മയുടെ ഹോർമോൺ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ജനിച്ചു കഴിയുമ്പോഴേക്കും അത് തിരിച്ചറിഞ്ഞ് നേരത്തെ കൊടുത്തില്ലെങ്കിലാണ് ഈ ക്രെറ്റിനിസം എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് തൈറോയ്ഡ്. അതുകൂടാതെ ഈ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന തൈറോയ്ഡ് തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് നമ്മുടെ കാൽസ്യം മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന. ഈ കാൽസ്യത്തിന് നമ്മളുടെ ബോഡിയിലെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ, പ്രത്യേകിച്ച് മസിലുകളുടെ എല്ലാ ആക്ഷൻ, ഹാർട്ടിൻ്റെ മസിലും സ്കെലിറ്റൽ മസിലും, നമ്മൾ ഫിസിക്കൽ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല ഹാർട്ടിൻ്റെയും രക്തക്കൊഴലുകളുടെയും അതുപോലെ ഇൻറ്റസ്റ്റൈനിൻ്റെയും ഒക്കെ മസിലുകൾക്കും ഈ കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ബോഡിയിലെ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബോഡിയിൽ തന്നെ ഒരു വലിയ കാൽസ്യം സ്റ്റോർ, നമ്മുടെ ബോണൊക്കെ കാൽസ്യം സ്റ്റോറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹോർമോണുകൾ കാൽസിറ്റോണിൻ മാത്രമല്ല പാരാതൈറോയ്ഡ് ഹോർമോണും കാൽസ്യം മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഹോർമോണാണ്. ജനറൽ എല്ലാ മെറ്റബോളിസത്തെയും തൈറോയ്ഡ് T3, T4 കൺട്രോൾ ചെയ്യും. കാൽസ്യത്തിന് വേണ്ടി മാത്രം 2 ഹോർമോൺ പ്രത്യേകിച്ചുണ്ട്. അതും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയോട് ചേർന്നാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്.
പിന്നെ എന്തൊക്കെ രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ എങ്ങനെയുള്ളവർക്കാണ് ഈ തൈറോയിഡിൻ്റെ രോഗം വരാൻ സാധ്യതയുള്ളത്? ഒന്ന് ഒബേസിറ്റി, അതായത് ഓവർ ഫാറ്റ് ഉള്ളവർക്ക് തൈറോയിഡിൻ്റെ ഒബേസിറ്റി എന്ന് പറയുമ്പം വെയിറ്റ് കൂടുക അല്ലെ വണ്ണം കൂടുക എന്ന് പറയുമ്പോൾ അത് ഫാറ്റാണ് കൂടുന്നത്. ഈ ഫാറ്റ് കൂടുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം എല്ലാം തെറ്റും, അതുപോലെ ഹോർമോൺ ബാലൻസ് തെറ്റും, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റും. അതാണ് ഈ ഫാറ്റ് കൂടുതലുള്ളവർക്ക്, അതായത് ബോഡിയിൽ കൊഴുപ്പ് അധികം അടിഞ്ഞു കഴിയുമ്പം ഓവർ വെയിറ്റോ അല്ലെ കുടവയറോ ഉള്ളവർക്ക് രോഗങ്ങൾ വരാൻ കാരണമാകുന്നതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ നമുക്കറിയാം ഒത്തിരി ഫാറ്റ് കൂടുതൽ വരും. അതുകൊണ്ടാണ് പ്രഗ്നൻറ്റ് ലേഡീസിന് തൈറോയ്ഡ് രോഗം വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സ്മോക്കിങ്, ആൽക്കഹോൾ, അതുപോലെയുള്ള റെക്രിയേഷണൽ ഡ്രഗും അങ്ങനത്തെയൊക്കെ എടുക്കുന്നവർക്ക് ചാൻസ് കൂടുതലുണ്ട്. പിന്നെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് നമുക്കറിയാം അയഡിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വരാം. പിന്നെ പലതരം ടോക്സിൻസ്, ഇപ്പം ഗോയിറ്ററിനാണെങ്കിൽ സയനൈഡ്, കപ്പയ്ക്കകത്തൊക്കെയുള്ള സയനൈഡ്, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കളറ്, പ്രിസർവേറ്റീവ്സ്, അതുപോലെ പലതരം മെഡിസിൻസും നമ്മൾ തൈറോയിഡിൻ്റെ പ്രോബ്ലംസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും ഗോയിറ്ററും ഒക്കെയുള്ള പ്രോബ്ലംസ് വരുത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ രോഗത്തിൽ എന്തൊക്കെ അസുഖങ്ങളാണ് തൈറോയിഡിനെ ബാധിക്കുക എന്നുള്ളത്. അതിൽ ഒന്ന് മെറ്റബോളിക് മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലെ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ തൈറോയ്ഡ് ഹോർമോണിനെ ഉണ്ടാക്കാനുള്ള രാസപ്രവർത്തനത്തിലുള്ളൊരു പ്രോബ്ലം വരികയാണെങ്കിലാണ് അതാണ് നമ്മൾ ഗോയിറ്ററായിട്ട് മാറുന്നത്. അതൊരു മെറ്റബോളിക് ഡിസോർഡർ. അതിന് കാരണം എപ്പോഴും വരുന്നത് ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ റോ മെറ്റീരിയൽ അയഡിൻ വേണം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ. അതിൻ്റെ കുറവ് വന്നു കഴിയുമ്പം വരുന്ന പ്രശ്നമാണ് ഈ ഗോയിറ്റർ, തൊണ്ടമഴയായിട്ട് വരുന്നത്. അതിന് നമ്മൾ മൾട്ടിനോഡുലർ ഗോയിറ്റർ, കൊളോയിഡ് ഗോയിറ്റർ എന്നൊക്കെ പല പേരിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ അപ്പിയറൻസ് ഒക്കെ വെച്ച് നമ്മൾ പറയും. അത് ഒരു ഇതിൽ വരുന്നത്. ഇതുകൂടാതെ അയഡിൻ ഡെഫിഷ്യൻസി കൂടാതെ സെലനിയൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വേറൊരു മൈക്രോ എലമെൻ്റ് ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി വന്നാലും ഗോയിറ്റർ വരാം. അതുപോലെ തന്നെ സയനൈഡ് എന്ന് പറയുന്ന ഒരു സാധനം, പ്രത്യേകിച്ച് നമ്മുടെ ഈ കപ്പ കഴിക്കുന്നവർക്ക്, പഴയ കാലത്തൊക്കെ നമ്മൾ ഒത്തിരി കപ്പ കൂടുതൽ കഴിക്കുമായിരുന്നല്ലോ. അന്നൊക്കെ ഈ ചില ഏരിയയിൽ, പ്രത്യേകിച്ച് കുറച്ച് ഹില്ലി ഏരിയാസിൽ ഉള്ളവർക്കൊക്കെ ഈ തൈറോയിഡിൻ്റെ രോഗം, മുഴ വരുന്നത് ഒത്തിരി കോമൺ ആയിരുന്നു. പ്രത്യേകിച്ച് ഈ നമ്മളുടെ സീ സൈഡിലുള്ളവർക്ക് ഫിഷിനകത്തൊക്കെ അയഡിൻ ധാരാളം ഉണ്ടാകും. പക്ഷേ ഹില്ലി സൈഡിലുള്ളവർക്ക് അയഡിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈ റേഞ്ച് ഏരിയ, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, പത്തനംതിട്ട ആ ഭാഗത്തുള്ളവർക്ക് അങ്ങനത്തെ വരാനുള്ള സാധ്യത കൂടുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാകും, അതുപോലെ കപ്പയുടെ ഉപയോഗം കൂടെ കൂടുമ്പോഴേക്കും അതിനകത്ത് സയനൈഡ് ഉണ്ട്, ഇതും ഇതിന് വരാനുള്ള ചാൻസ് കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കപ്പ നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് കഴിക്കണമെന്ന് പറയുന്നത്. കപ്പയിൽ നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ, തിളപ്പിച്ച് കളഞ്ഞിട്ട് മാത്രമേ കപ്പ ഉപയോഗിക്കാവൂ. അതിനകത്തെ ടോക്സിൻസ് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈപ്പോതൈറോയിഡിസം വേണം. നമ്മളിത് ഒന്ന് തൊണ്ടമഴ, ഗോയിറ്റർ. പിന്നെ ഉള്ളത് ഹൈപ്പോതൈറോയിഡിസം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നതാണ്. അതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്. അതിലെന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഈ ലിംഫോസൈറ്റും വെള്ള രക്താണുക്കളൊക്കെ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ പോയി അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഒരു തരം അവിടെ ഒരു നീർക്കെട്ടൊക്കെ പോലെ വരും. അപ്പോഴാണ് ഇപ്പോൾ ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായാലും വലിയ കാര്യമായിട്ടുള്ള സിംറ്റംസും മുഴയൊന്നും അതിനകത്ത് വരണമെന്ന് തന്നെ നിർബന്ധമില്ല. ചിലർക്ക് മാത്രം ചെറിയ തൊണ്ടയിലൊരു വേദനയും ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നാം. അപ്പോൾ അതിൽ മെയിൻ സിംറ്റമായിട്ട് വരുന്നത് ക്ഷീണമാണ്. പിന്നെ മൊത്തത്തിൽ ഒന്നിനും ചെയ്യാനൊരു എനർജി തോന്നാതിരിക്കുക, ലോ എനർജി ലെവല്, പിന്നെ വെയിറ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഈ മെറ്റബോളിസം ഒന്നും നടക്കുന്നില്ലല്ലോ. ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ അതും ഇതും എല്ലാം എടുത്ത് കഴിക്കും, ഭക്ഷണത്തിൻ്റെ കുറവാന്ന് കരുതി. അതെല്ലാം പോയി ഫാറ്റായിട്ട് വരും, അപ്പം വെയിറ്റ് ഗെയിൻ വരും. പിന്നെ തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ എപ്പോഴും തണുപ്പ് വരുമ്പോഴേക്കും ആകെ വിറയ്ക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കൈയൊക്കെ കൊച്ചുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ഹാർട്ട് റേറ്റ് അങ്ങ് ലോ ആയി പോകാം, സ്കിന്ന് ഡ്രൈ ആകാം, അതുതരം മുരി പോലെയൊക്കെ വരാം. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മലം പോകാനുള്ള തടസ്സം, മലബന്ധം പോലെയും വരാം. അതാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിയാൻ ഒന്ന് നമ്മൾ TFT, തൈറോയ്ഡ് ഫങ്ഷൻ, T3, T4, TSH,
TSH ആദ്യത്തെ സ്റ്റേജ് TSH കൂടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകാതെ വരുമ്പോൾ ബ്രെയിൻ പറയും കൂടുതലുണ്ടാക്കുക എന്ന് പറഞ്ഞ് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്, അതിനെ കൂടുതലായിട്ട് വിടും. അപ്പോൾ ആ തൈറോയ്ഡ് ഒരു എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കും. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് T3 T4 കുറയാൻ തുടങ്ങുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളിത് ഹഷിമോട്ടോസ് മറ്റു കാരണം ഇപ്പോൾ തൈറോയ്ഡ് ജന്മനാ തന്നെ ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണിൻ്റെ ആണെങ്കിൽ TSH ഉണ്ടാവില്ല. ബ്രെയിനിൽ TSH കൂടുതലാണെങ്കിലാണ് നമുക്ക് തൈറോയ്ഡിലാണെന്നുള്ളത്. പിന്നെ സ്പെസിഫിക്കലി ഇത് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ TPO, ATG, AMA എന്നൊക്കെ പറഞ്ഞ് ചില ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡി മാർക്കേഴ്സ് ഉണ്ട്, അത് നോക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെ നമ്മളിതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തൈറോക്സിൻ എന്നുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മൾ തൈറോയ്ഡ് ഹോർമോണെ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ T3 T4 നോർമലാവും, TSH കുറയും. കാരണം നമ്മളുടെ ബ്ലഡിനെയാണ് ബ്രെയിൻ സെൻസ് ചെയ്യുന്നത്. ബ്ലഡിൽ ആവശ്യത്തിന് T3 T4 ഉണ്ട്, നമ്മൾ പുറത്തുനിന്ന് കൊടുത്തതാണേലും TSH കുറഞ്ഞിട്ട്. അതാണ് നമ്മൾ ഈ തൈറോക്സിൻ, ലിവോതൈറോക്സിൻ കൊടുത്ത് നമ്മൾ മരുന്ന് കൊടുത്ത് കുറയ്ക്കുന്നത്. പിന്നെ ഒരു പലതരം മരുന്നുകളും ഈ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിലൊന്ന് അമിയോഡറോൺ എന്ന് പറയുന്നത് ഈ ഹാർട്ടിൻ്റെയൊക്കെ ബീറ്റിനൊക്കെ വ്യത്യാസം വരുമ്പം, ഹാർട്ട് ഇറഗുലർ ബീറ്റൊക്കെ വരുമ്പം കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. അതിൻ്റെ എന്തുകൊണ്ടാണ് തൈറോയ്ഡ് ഈ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് അയഡിൻ ഒത്തിരി കൂടുതലുണ്ട്. ഈ അയഡിൻ്റെ കൂടുതൽ വന്നു കഴിയുമ്പം ഈവൻ ഇപ്പം ഇപ്പോൾ ഒരു 40 years ഒക്കെ ബാക്ക് ഹഷിമോട്ടോ തൈറോയിഡിസം ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മളൊരു 100 പേരിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എത്രയെന്ന് പെർസെൻറ്റേജ് പറയാൻ പറ്റുന്ന ഒരു നല്ല ശതമാനത്തിനും തൈറോയ്ഡ് ഹോർമോൺ പ്രോബ്ലംസ് കാണുന്നതായിട്ട് വരുന്നുണ്ട്. ഈവൻ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ATG, TPO ഒക്കെ കൂടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുന്നത്. അതിന് കാരണം നമ്മളിപ്പം അയഡൈസ്ഡ് സോൾട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള അയഡിൻ്റെ കണ്ടൻറ്റ് കൂടി പോകുന്നതുകൊണ്ടാകാം എന്നുമുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം മൊത്തത്തിൽ കൂടുതലാണല്ലോ. ഈ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ഇട്ട ബിസ്ക്കറ്റും അതിലും ഇതിലും എല്ലാം ഒത്തിരി സോൾട്ട് തന്നെ ഉണ്ടാകും. അത് തന്നെ ഇപ്പം നമ്മളൊരു ദിവസം 1 or 2 grams സോൾട്ടാണ്, 1 or 2 gram സോൾട്ട് അല്ല മാക്സിമം 5 gram സോൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മളത് അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിച്ച കുഴപ്പമില്ല. പക്ഷേ അത്രയധികം സോൾട്ട് കൂടുതൽ ഉപയോഗിക്കാൻ 10-15 ഡെയിലി 10 gram or 15 gram സോൾട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതും അയഡൈസ്ഡ് സോൾട്ട് ആണെങ്കിൽ അത് അയഡിൻ്റെ അളവ് കൂടിപ്പോകും. അപ്പോൾ അതും നമ്മൾ കെയർ എടുക്കണം. നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം കൂടെ കുറയ്ക്കാൻ നോക്കണം. പിന്നെ ഈ മരുന്നുകൾ അമിയോഡറോൺ എന്നൊക്കെയുള്ള, പിന്നെ ലിഥിയം സൈക്കാട്രിക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിപ്രഷനൊക്കെ ഉള്ളവർക്കും. അതിന് ലിഥിയത്തിനും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡോപ്പമിൻ അഗനിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾക്ക്, പിന്നെ ചില ഇമ്മ്യൂണോതെറാപ്പി, ക്യാൻസറിനും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും ഒക്കെ ഉപയോഗിക്കുന്ന ചില ഇമ്മ്യൂണോതെറാപ്പി ഏജൻസ് ഉണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, മാപ്സ് വിഭാഗത്തിൽപ്പെട്ട് അതും കഴിക്കുന്നവർക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നെക്സ്റ്റ് മൂന്നാമത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോയിറ്റർ കണ്ടു, പിന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് കണ്ടു. ഇനിയുള്ളത് ഹൈപ്പർ തൈറോയിഡിസമാണ്. അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ബേസിക്കലി അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൈറോയ്ഡ് റിസപ്റ്റർ ആൻറ്റിബോഡി അല്ലെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്, മോർ ഉണ്ടാക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ള ചില ആൻറ്റിബോഡീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡും ഒക്കെ ആയിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്നതുകൊണ്ട് വരുന്നതാണ്. അതിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. മറ്റ് രണ്ടും ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. പക്ഷേ ഒന്നിൽ ഹാഷിമോട്ടോസിലാണ് തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയാണ്, ഇതിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നത് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ ഇറിറ്റബിലിറ്റി, ദേഷ്യം, ആങ്സൈറ്റി, വെയിറ്റ് ലോസ്, പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന പോലെ വരിക, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ് കൂടുക, പിന്നെ ഈ ഒട്ടും ചൂട്, മറ്റേതിനാണ് തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുകയാണ്, ഇതിലാണ് ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക, മറ്റേതിലാണ് കോൺസ്റ്റിപ്പേഷനാണ്, ഇതിനകത്താണ് ഡയറിയാണ് വരുന്നത്.
പിന്നെ ഇതിനകത്ത് പലപ്പോഴും എൻലാർജ്മെൻറ്റ്, തൈറോയിഡിൻ്റെ എൻലാർജ്മെൻറ്റ് മറ്റതിലും വരാം, പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ചിലപ്പം കൂടുതലായിട്ട് വരാം. പിന്നെ നമ്മളിതിൻ്റെ പിന്നെ ചിലരിൽ ഇതിൻ്റെ കണ്ണ് പുറത്തേക്ക് ബൾജ് ചെയ്ത് വരുന്നത് പോലെ വരും. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് തൈറോയ്ഡ് റിസപ്റ്റർ ആൻറ്റിബോഡീസ് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ മാത്രമല്ല നമ്മളുടെ ഈ ഫാറ്റിലും ഉണ്ട്. അത് ഈ കണ്ണിന് ചുറ്റും, കണ്ണിൻ്റെ ബോളിന് ചുറ്റുമായിട്ടും ചില ഫാറ്റുണ്ട്, പെരിയോർബിറ്റൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് പോയി പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവിടെ നീർക്കെട്ട് വരുന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് നീർക്കെട്ടുമാണ്. അപ്പോൾ നീർക്കെട്ട് വരുമ്പോൾ ഈ കണ്ണിൻ്റെ സോക്കറ്റാണല്ലോ, അത് ബോണി കേജ് അല്ലേ, അതിന് വികസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത്. അപ്പോൾ അതാണ് പലപ്പോഴും നമ്മൾ കണ്ണിങ്ങനെ ഇത് വരും, ടെൻഷനും ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതാണോ എന്ന് സംശയിക്കുന്നത്. അപ്പം നമ്മൾ ഒന്ന് തൈറോയ്ഡ് ഫംഗ്ഷൻ നോക്കണം. തൈറോയ്ഡ് ഫംഗ്ഷൻ മറ്റതിൽ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസിൽ TSH കൂടുവാണെങ്കിൽ ഇതിൽ TSH കുറയുമായിരിക്കും, അതുപോലെ T3 T4 കൂടുമായിരിക്കും. മറ്റേന്നെ നേരെ തിരിച്ചാണ്, TSH കൂടും, T3 T4 കുറയും. പിന്നെ മോർ സ്പെസിഫിക് ആയിട്ട് നോക്കാനാണ് ഈ TR ആൻറ്റിബോഡി ടെസ്റ്റ്, അല്ലെ TSI ആൻറ്റിബോഡീസ്, അങ്ങനത്തെ ടെസ്റ്റുകളും കൂടെയാണ്. അതായത് TSI എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, മറ്റേതാണ് TR ആൻറ്റിബോഡീസ്. ഇതാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മൾ വയറിനകത്തുള്ള ഒരു എസീന എൻറ്ററോകൊളൈറ്റിക്ക എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയും ഈ ഹൈപ്പർ തൈറോയിഡിസമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മോർ സ്റ്റഡീസ് നടക്കുന്നതേ ഉള്ളൂ. അത് ബാക്ടീരിയ ആയിട്ട് ബന്ധമുണ്ടെങ്കിലും നമുക്കതിനകത്ത് അതിനെക്കുറിച്ച് അതിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുവരെയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ്, ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ പോവാം. അപ്പം തൈറോയ്ഡ് സ്റ്റോൺ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ മരുന്നുകളുണ്ട്. കാർബിമെസോൾ, മെത്തിമെസോൾ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ തയോയുറാസിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അതെടുക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ്ലി. പിന്നെ ഹാർട്ട് ബീറ്റ് കുറയ്ക്കാനായിട്ട് ബീറ്റ ബ്ലോക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വരുമ്പം കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൽ സർജറിയാണ്. പക്ഷേ സർജറി അപ്പോൾ ആ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുമില്ല. അപ്പോൾ സർജറി പറയാറുണ്ട്. അതുപോലെ റേഡിയോ അയഡിൻ തെറാപ്പി പറയുക. അപ്പോൾ റേഡിയോ അയഡിൻ എന്ന് പറഞ്ഞാൽ അയഡിൻ വെച്ച് വേണമല്ലോ തൈറോക്സിൻ ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ അയഡിനുള്ള ഒരു സാധനം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നേരെ തൈറോയ്ഡിലേക്ക് പോകും. അപ്പം റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയഡിൻ ലിക്വിഡ് ഫോമിലാണ്, അത് ഇഞ്ചെക്ട് ചെയ്യേണ്ട കാര്യമില്ല, കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ബോഡിയിൽ എല്ലായിടത്തും, പ്രത്യേകിച്ച് തൈറോയ്ഡിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ റേഡിയേഷൻ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രശ്നം മാറും, പക്ഷേ നമ്മൾ ഹൈപ്പോയിലേക്ക് പോകും. പിന്നെ നമ്മൾ ലൈഫ് ലോങ് ഹൈപ്പോ തൈറോയിഡിസ് സർജറി ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും റേഡിയോ അയഡിൻ വെച്ച് നമ്മൾ കെമിക്കൽ റേഡിയോ അബ്ലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ബേസിക്കലി ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് പോകും. നമ്മളുടെ പ്രോബ്ലം ഇത് വന്നത് മുഴുവൻ ഇമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലം കൊണ്ടാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലം അവിടെയും പരിഹരിക്കപ്പെടാതിരിക്കും. അപ്പോൾ എന്താ പ്രോബ്ലം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രോഗങ്ങൾക്ക് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യാതെ ഈ ഒരു ഇൻഡയറക്റ്റ്ലി ഉള്ള ട്രീറ്റ്മെൻറ്റ് വരുമ്പം ഫ്യൂച്ചറിൽ മറ്റ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരാനും അതുപോലെ ക്യാൻസറുകൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. അതാണ് നേരത്തെ പറഞ്ഞ ലിവോതൈറോക്സിൻ എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ തന്നെ ക്യാൻസർ സാധ്യത ഒത്തിരി വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ലിവോതൈറോക്സിൻ ആണോ അതോ നമ്മുടെ ഈ രോഗത്തിന് ലിവോതൈറോക്സിൻ എടുക്കാൻ കാരണമായത് തന്നെ ഐദർ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആണല്ലോ. ഇതെല്ലാം ക്യാൻസറിലേക്കും കൊണ്ടുപോകുന്ന കാര്യമാണ്. ചിലപ്പം ഈ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ എടുക്കുന്നതാവണമെന്നില്ല, അതിൻ്റെ ബേസായിട്ട് കിടക്കുന്ന രോഗം മാറ്റാത്തതാണ് ഈ ക്യാൻസറിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂട്ടുന്നത്. നെക്സ്റ്റ് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 3 എണ്ണമായി. ഗോയിറ്റർ കഴിഞ്ഞ്, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോയിൻ കഴിഞ്ഞ്, ഇനിയുള്ളത് തൈറോയ്ഡ് ക്യാൻസറാണ്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് പല ടൈപ്പ് ക്യാൻസറുണ്ട്. ഒന്ന് പാപ്പില്ലറി ക്യാൻസർ, മെഡിലറി ക്യാൻസർ, ഫോളിക്കുലർ ക്യാൻസർ ഒക്കെ പല ടൈപ്പാണ്. പിന്നെ അതിൽ തന്നെ ഏറ്റവും അഗ്രസീവ് ഉള്ളത് ഒരു അനാപ്ലാസ്റ്റിക് ക്യാൻസർ എന്ന് പറയും. പാപ്പില്ലറിയും ഫോളിക്കുലറും ഒക്കെ കുറച്ചും കൂടെ ലൈറ്റർ ഇതിലുള്ളതാണ്. എങ്ങനെയുള്ളവരിലാണ് നമുക്ക് ഈ ക്യാൻസർ സാധ്യത കൂടുന്നതെന്നുള്ളതാണ്. അതായത് തൈറോയിഡിന് ക്യാൻസർ വരാനുള്ള സാധ്യത
ഇപ്പോൾ ഈ തൈറോയിഡിൻ്റെ ഏതാണേലും നമ്മൾ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് നമ്മൾ കൂടുതൽ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ എന്ത് ക്യാൻസർ ആണേലും വരുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ തൈറോയിഡിൻ്റെ ഒരു മെഡിലറി ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ വരാൻ നമ്മൾ ഈ ഡയബറ്റീസിനായിട്ട് എടുക്കുന്ന ഒരു മരുന്നുണ്ട്. GLP-1 ഗ്രൂപ്പിൽപ്പെട്ട ഒരു മരുന്നാണത്. അതൊരു ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നത്, വെയിറ്റ് കുറയ്ക്കാനും അതായത് വിശപ്പ് കുറയ്ക്കാനും ഒക്കെ കൂടി എടുക്കുന്നതാണ്. ഈ ലിറാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞ പേരിലുള്ള ഒരു മരുന്ന്. ഒരു ഇഞ്ചക്റ്റബിൾ ആയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഓറൽ ഫോംസും അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. ആ മരുന്ന് കഴിക്കുന്നവർക്ക് ശരിക്കും മെഡുലറി കാർസിനോമ ഓഫ് തൈറോയ്ഡ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ആ മരുന്ന് കഴിക്കുന്നവർക്ക് പാൻക്രിയാറ്റൈറ്റിസ്, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസും പാൻക്രിയാറ്റ് ക്യാൻസറിലേക്കും പോകാനുള്ള പോസിബിലിറ്റിയും കുറച്ചുകൂടെ കൂടുതലുണ്ടെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസറിനാണെങ്കിലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സർജറി, തൈറോയ്ഡ് ഗ്ലാൻഡിനെ മൊത്തം എടുത്ത് കളയുക. ഈവൻ ഒരു സൈഡിലേ ഉള്ളെങ്കിൽ പോലും മിക്കവാറും നമ്മൾ മൊത്തത്തിൽ എടുത്ത് കളയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ റേഡിയേഷൻ തെറാപ്പി, ഇതിപ്പോൾ എക്സ്റ്റേണൽ റേഡിയേഷനും എടുക്കും, ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ വെച്ചിട്ടും ചെയ്യും. പിന്നെ കീമോതെറാപ്പി ഉണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ വെരി അഗ്രസീവ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ക്യാൻസറിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ പല സ്റ്റഡീസും കാണിക്കുന്നത് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി മതി എന്നാണ്. പ്രത്യേകിച്ച് ഈ പാപ്പിലറി കാർസിനോമ അതിൻ്റെയൊക്കെ ആ ഗ്രേഡൊക്കെ നോക്കിയിട്ട് അത്ര അധികം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യാമെന്നാണ്. കാരണം ഇത് വെരി സ്ലോ ഗ്രോയിങ് ആണ്. അപ്പം നമ്മളിത് ഒരു സർജറി ചെയ്ത് ഇതിനെല്ലാം നമ്മളങ്ങ് ഡിസ്ട്രോയ് ചെയ്യുക, ആ ഓർഗനെ തന്നെ ഇല്ലെന്നാക്കി കളയുകയാണ് ചെയ്യുന്നത്. ഈ ഓർഗൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെറ്റബോളിസത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഹോർമോൺ ഗ്രന്ഥിയാണിത്. അത് മാത്രമല്ല, എടുത്തു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയ്ഡ് മാത്രമല്ല കാൽസിറ്റോണിനും പാരാതൈറോയിഡും എല്ലാം ഇല്ലെന്നാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം പലപ്പോഴും നമ്മൾ പല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പ്രത്യേകിച്ചും വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി ആയിട്ട് ചെയ്യാനായിട്ട്, അതായത് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് കൂടുതൽ മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, അത് വെച്ച് നോക്കി ഒന്നും ആക്റ്റീവായിട്ട് ക്യാൻസറിൻ്റെ തൈറോയിഡിനെ ഒന്നും എടുത്ത് കളയണ്ട, വാച്ച് ചെയ്തിട്ട് എന്താണെന്നുള്ളത് പതുക്കെ ഡിസൈഡ് ചെയ്താൽ മതി എന്നുള്ള. ചിലർക്കത് റിവേഴ്സ് ചെയ്യാം. നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കറക്റ്റ് ചെയ്ത് ടോക്സിൻസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം റിവേർട്ടഡ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ ആ ക്യാൻസർ സെല്ലിനെ മാറ്റിക്കളയാനും അതിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റിയെന്നിരിക്കും. ജസ്റ്റ് വാച്ച് ആൻഡ് വെയിറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡും ഇപ്പോൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചും കൂടെ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം, ഏറ്റവും ഈസി ആയിട്ടും ചെയ്യാവുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. അത് തൊണ്ടയുടെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്താൽ തൈറോയ്ഡ് അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മുഴയുടെ നേച്ചർ അറിയാൻ വേണ്ടിയിട്ട് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി എന്നുള്ളതാണ് FNAC ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മളെപ്പോഴും തൈറോയ്ഡ് ഫങ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് TFT, T3, T4, TS6 എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇത് ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് ഹൈപ്പോ ആണോ എന്നും, അല്ലെ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡി ലെവലുകൾ നോക്കുന്നത് നമ്മൾ TPO, AMA, ATG, പിന്നെ TRH, പിന്നെ TSI, ഈ ഓട്ടോഇമ്യൂൺ മാർക്കേഴ്സ് നോക്കാം. പിന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ബോഡിയുടെ ഇൻഫ്ലമേറ്ററി സ്റ്റേജസും, അതായത് ESR, ഇപ്പം ഇങ്ങനത്തെ രോഗമുള്ളവർക്കൊക്കെ മിക്കവാറും ESR, ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടുതലാണ്. അതായത് WBCസും ഇതിൻ്റെയൊക്കെ കൗണ്ട് കൂടുതൽ. അങ്ങനത്തെ ബാക്കിയുള്ള CRP, HCRP ഇതൊക്കെ കൂടാം. കാരണം അതെല്ലാം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും കൂടെ നോക്കേണ്ടതാണ്. പിന്നെ സ്കാനിങ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അൾട്രാസൗണ്ട് സ്കാനും FNACയും ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു തൈറോയ്ഡ് സിൻറ്റിഗ്രാഫി എന്നും പറഞ്ഞുകൊണ്ട് അയഡിൻ സ്കാൻ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഹാഷിമോട്ടോസ് ആണോ, ഹോട്ട് നൊഡികളാണോ, കോൾഡ് നൊഡികളാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് PET സ്കാനാണ്. PET സ്കാൻ എന്ന് വരുമ്പോൾ നമുക്ക് എത്രയുണ്ട് മെറ്റബോളിക് ആക്ടിവിറ്റി ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് സർജറി വേണോ, വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ ആക്റ്റീവായിട്ടുള്ള അല്ലാത്ത ക്യാൻസറിനാണെങ്കിൽ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അൾട്രാസൗണ്ട് സ്കാനാണെങ്കിൽ വെരി ഈസി ആയിട്ട് ചെയ്യാം. അതിപ്പോൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല. PET സ്കാൻ ആണെങ്കിലും നമുക്ക്
റീസണബിൾ ഒരു 1 or 2 മന്ത്സ് കഴിയുമ്പോൾ വീണ്ടും നോക്കാവുന്നേ ഉള്ളൂ. ബിക്കോസ് കീമോതെറാപ്പി എടുക്കുമ്പോൾ ഏത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണേലും പെറ്റ് സ്കാൻ മന്ത്ലി ഓർ 3 മന്ത്സ് കൂടുമ്പം റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെങ്കിലും നമ്മൾ പെറ്റ് സ്കാൻ എടുത്ത് ഇത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ഒത്തിരി ടോക്സിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ബേസിക്കലി നമ്മൾ ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഏത് തൈറോയിഡിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഹൈപ്പോ ആണെങ്കിൽ നമ്മൾ റീവോതൈറോക്സിൻ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ക്യാൻസറിന് മറ്റേ നമ്മൾ എന്ത് ക്യാൻസറിനോ അല്ലെങ്കിൽ MNGക്കോ ഒക്കെ വേണ്ടിയിട്ട്, അതായത് മറ്റേ ഗോയിറ്ററിന് വേണ്ടിയിട്ടോ ഒക്കെ തൈറോയിഡ് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും ലൈഫ് ലോങ് തൈറോക്സിൻ, അതായത് തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ്, അതിന് HRT എന്ന് പറയും, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്തേ പറ്റുള്ളൂ. കാരണം ഹോർമോൺ ഉണ്ടാക്കാനില്ലല്ലോ, അത് അത്യാവശ്യമുള്ള ഹോർമോൺ അല്ലേ, അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ക്യാൻസർ പോസിബിലിറ്റി കൂട്ടുന്നു എന്നുള്ളത്. അതായത് ലിവോതൈറോക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു 50% ഇൻക്രീസ് ഇൻ ബ്രെയിൻ ക്യാൻസറിന്, ബ്രസ്റ്റ് ക്യാൻസറിന്, പാൻക്രിയാസ് ക്യാൻസർ, സ്കിൻ ക്യാൻസർ ഇതൊക്കെ കൂടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് നമ്മളുടെ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ തൈറോയ്ഡ് സംബന്ധിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഇത് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും അവസാനം ലിവോതൈറോക്സിൻ എടുക്കണം. ഇതെടുക്കുന്നവർക്ക് വീണ്ടും ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ തൈറോയിഡിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വേറൊരു ക്യാൻസറിനെ വിളിച്ചു വരുത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ക്യാൻസർ അല്ലാത്തതിന് നമ്മൾ ഒത്തിരി സർജറീസ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളയുന്നത് വളരെ കോമൺ. അതായത് പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ എന്തിനാണ് എടുത്തത്, ചെറിയൊരു മുഴയുണ്ടായിരുന്നുള്ളൂ, അപ്പം അത് ഉള്ളിലേക്ക് വളരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഉള്ളിലേക്ക് വളരുന്നതിന് ശ്വാസം മുട്ടലോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഇല്ല ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല, സിംറ്റംസ് ഒന്നുമില്ല, ആകെ ഒരു ചെറിയ മുഴയുണ്ട്, അത് തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തം എടുത്തു കളഞ്ഞ്. അങ്ങനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളിലേക്ക് വളരുന്ന ശ്വാസത്തിന് തടസ്സം, അതായത് നമ്മുടെ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്, അത് ഉള്ളിലേക്ക് വളർന്ന ട്രക്കിയ നമ്മുടെ മെയിൻ ശ്വാസനാളിക്ക് തടസ്സം വരുത്തുമോ എന്നുള്ളതാണ് ഒരു ഇത് വരുന്നത്. നമ്മളുടെ ഇതൊക്കെ ജീവിതശൈലിയുടെ പ്രോബ്ലം കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വളരാതെ നോക്കിയാൽ മതിയല്ലോ, അല്ലാതെ ഇനിയും ഇത് വളർന്നിട്ട് അവിടെ തടസ്സം വരുത്തുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഗ്ലാൻഡിനെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ആളെ നമ്മൾ എടുത്ത് കളയുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓർഗനെ നമ്മൾ എടുത്ത് കളയുകയല്ല ചെയ്യേണ്ടത്. അതിന് വേണ്ട ന്യൂട്രീഷൻ കൊടുത്ത്, അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അത് വളരാതെ ഇരുത്തുക. പലപ്പോഴും അത് കുറഞ്ഞു വന്നോളും. നമുക്ക് വേണ്ടതൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും അത് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇത് കുറയാൻ തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ സ്കാനിങ്ങൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം എടുത്തു കളഞ്ഞാൽ ഈ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കാൽസിട്രോണിനും PTHും എല്ലാം കുറയും, ലൈഫ് ലോങ് തൈറോക്സിൻ എടുക്കേണ്ടി വരും, അപ്പോൾ ക്യാൻസർ പ്രോബ്ലംസ് വരും. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ സർജറീസ്, ഈ തൈറോയ്ഡ് ക്യാൻസറിന് പോലും അല്ല, ജസ്റ്റ് ബിനൈൻ ലീഷൻസിന് പോലും നമ്മൾ ഈ തൊണ്ടയിൽ സർജറി ചെയ്ത് ഈ തൈറോയിഡിനെ എടുത്ത് കളയുന്നത്. പണ്ടാണെങ്കിൽ പലർക്കും ഈ ചെറിയ മുഴയൊക്കെയാണെങ്കിൽ ആരും എടുക്കുകയില്ല, കാരണം അതിനേക്കാളും ഈ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്കാർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുള്ളത് കൊണ്ടൊരു മടിയാണ്. ഇപ്പോൾ നമുക്ക് സ്കാർ പുറത്ത് കാണാം, സ്കാർ ഇല്ലാതെയല്ല, സ്കാർ പുറത്തില്ലാതെ നമുക്ക് എൻഡോസ്കോപ്പിക്കായിട്ട് ചെയ്യാം. അതിൽ പണ്ട് ആദ്യമൊക്കെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് കക്ഷത്തിൽ കൂടെയൊക്കെ സ്കോപ്പ് കയറ്റി കഴുത്തെ കൊണ്ടുവന്നായിരുന്നു ചെയ്യുന്നത്. ഇപ്പം കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ നാക്കിൻ്റെ ഈ പല്ലിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ നിന്നൂടെ ഒരു മുറിവുണ്ടാക്കി ഇതിൽ നേരെ സ്കോപ്പ് കയറ്റി, എൻഡോസ്കോപ്പ് കയറ്റി തൈറോയിഡിനെ സർജറി ചെയ്യുന്നത് വരും. അപ്പോൾ ഇതിലെല്ലാം ഏറ്റവും കൂടുതലൊരു തൈറോയ്ഡ് സർജറിയിൽ വരാവുന്ന ഏറ്റവും വലിയ റിസ്ക് ഡ്യൂറിങ് സർജറിയിൽ നമ്മളുടെ ഒരു റെക്കറൻറ്റ് ലാരിഞ്ചിയൽ നെർവ് എന്ന് പറയും. അതായത് നമ്മളുടെ ലാരിങ്സ് സ്വനപേടകത്തിലേക്ക് പോകുന്ന ഒരു നെർവ് ഉണ്ട്. അത് നമ്മൾ ഈ തൈറോയിഡിനോട് വെരി ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സർജിക്കൽ ടൈമിൽ ഈ നെർവിന് ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്, നമ്മുടെ സൗണ്ടൊക്കെ പോകും. സൗണ്ട് പോകാതെ മാത്രമല്ല, രണ്ട് സൈഡിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ശ്വസിക്കാൻ പറ്റാതെ വരും. പിന്നെ നമ്മൾ ട്രക്കിയോസ്റ്റമി ചെയ്ത് ഇതിൽ മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണത്തിൽ മാത്രമാണ് ശ്വാസം നടക്കും, പക്ഷെ സൗണ്ടിൽ വേരിയേഷൻ വരും, സൗണ്ട് പോകാനും അത് എത്ര എക്സ്റ്റെൻഡ് ഉണ്ടെന്നാണ്. കുറച്ച് ചെറുതായിട്ട് ഡാമേജ് വന്നുകൊണ്ട് ചെറിയ നിലയിലായിരിക്കും. അതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയത്.
അപ്പം നമ്മൾ ഈ സർജറീസ് ചെയ്യുമ്പം അത്യാവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ 2 റീസണാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ ഗ്ലാൻഡ് തന്നെ പോവും. തൈറോക്സിൻ മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോണും ഒന്നും ഡെയിലി റീപ്ലേസ്മെൻറ്റിനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറവുകൾ വരും. അപ്പം നമുക്ക് ഈ മസിലൊക്കെ കോച്ചുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പം അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. പിന്നെ ഈ റേഡിയോ അയോഡിൻ തെറാപ്പി ആണെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് കംപ്ലീറ്റ് പോകും. അപ്പം പിന്നെയും ഈ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന തൈറോക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പമായിട്ട് വരാവുന്നത് ഒരു റേഡിയേഷൻ തൈറോയിഡൈറ്റിസ് എന്നും പറഞ്ഞുള്ള കോംപ്ലിക്കേഷൻ വരാം. പിന്നെ മറ്റേ സർജറിക്കാണെങ്കിൽ ഞാനീ പറഞ്ഞ റെക്കഗ്നൈറ്റിൻ്റെ ഒരിത്, അതുപോലെ തന്നെ റിക്കറൻറ്റ് ബ്ലീഡിങ്ങും പല പ്രശ്നങ്ങളും വരാൻ. ചിലരുടെയൊക്കെ ഇവിടെ ഒരു ഡിസ്ഫിഗർമെൻ്റ് ഒക്കെ പോലെ എന്തെങ്കിലും ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരാം. പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ ഹൈപ്പർ തൈറോയിഡിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റേഡിയേഷനും കൂടി എടുക്കും. അപ്പോൾ ഈ സർജറിയും കഴിഞ്ഞ് റേഡിയേഷൻ എടുക്കുമ്പം അതിൻ്റെ ഒരു റേഡിയേഷൻ തൈറോയിഡൈറ്റിസ് പോലെയും വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനും കുറച്ച് പ്രോബ്ലംസ് വരാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കണം. അപ്പോൾ അത് തന്നെ ഈ തൈറോക്സിൻ എടുക്കണം, അത് തന്നെ നമ്മുടെ ക്യാൻസർ റിസ്ക് കൂട്ടും. ഇതാണ് ഇതിൻ്റെ എല്ലാം ഒരു പ്രോബ്ലമായിട്ടും കൂടെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെയാണ് സർജറിക്കാണേലും മരുന്നിനാണേലും റേഡിയേഷനാണേലും ഒത്തിരി സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൈറോയിഡിന് വരുന്ന ഗോയിറ്റർ ആണേലും ഹൈപ്പോ തൈറോയിഡിസം ആണേലും ഹൈപ്പർ തൈറോയിഡിസം ആണേലും ക്യാൻസർ ആണേലും ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് പെടുന്നത്. അപ്പം നമുക്ക് പിന്നെ ജെനറ്റിക്സ് ഉണ്ടാകും, നമുക്ക് ഫാമിലിയിലുള്ളവർക്ക് കൂടുതലുണ്ടാകും. ജെനറ്റിക്സ് ഉണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിച്ച് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് നേരത്തെ കണ്ടുപിടിക്കുക. നമ്മൾ ഇപ്പം എല്ലാം ടെസ്റ്റുകളും തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ ചെറുതായിട്ട് തൊണ്ടമുഴ കണ്ടാൽ തന്നെ സ്കാനും നോക്കുക, തൈറോയ്ഡ് ഫങ്ഷനും നോക്കുക. എന്നിട്ട് ഒന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അനങ്ങാതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതശൈലിയിൽ എന്താണ് അപാകത, നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടോ, അണ്ടർ വെയിറ്റ് ആണോ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ, ഇത് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ക്യാൻസറിലേക്ക് പോകാതെയും ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് പോകാതെയും ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് ടൈം മരുന്നെടുത്തത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് മരുന്നില്ലാതെ ജീവിക്കാനായിട്ട് നോക്കുക. ഈ റേഡിയേഷനിലേക്കും കീമോതെറാപ്പിയിലേക്കും സർജറിയിലേക്കും ഒക്കെ പോകാതെ ഇരിക്കാനായിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഇപ്പം ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഇതെല്ലാം മാറ്റാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം അത് പെട്ടെന്ന് നമുക്കിപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ജെനറ്റിക്സ് അനുസരിച്ച് വേണം അത് കറക്റ്റ് ചെയ്യാൻ. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും ജെനറ്റിക്സും അനുസരിച്ചാണ്. നമുക്ക് ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കാലറി കുറയ്ക്കുക. അപ്പം നമുക്ക് കഴിയുന്നതും പയറുവർഗ്ഗങ്ങളും നോൺ വെജ് ഐറ്റംസും ലീഫി വെജിറ്റബിൾസും മാത്രം ഉപയോഗിക്കുക. ഓയിലും നട്ട്സും അങ്ങനത്തെയൊക്കെ കുറയ്ക്കുക. അതുപോലെ അന്നജമുള്ളത് കുറയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ പലപ്പോഴും ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിൽ ചില ഭക്ഷണമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊരു അതുപോലെ ക്യാൻസർ ഉള്ളവർക്കാണേലും അവർക്ക് ചില ഭക്ഷണം പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അത് നമുക്ക് അലർജി ആയിട്ടൊന്നും കാണിക്കുകയില്ല. പക്ഷേ നമ്മൾ ബ്ലഡിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു പരിധി വരെ. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി നോക്കിയാൽ മാത്രമേ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാൻസറോ അല്ലെങ്കിൽ ഈ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസോ ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ സെൽഫ് നോക്കുക. എന്നിട്ട് TFTയും കറക്റ്റ് ആകുന്നുണ്ടോ, ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് കുറയുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പറായിട്ട് ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ക്ലിനിക്കൽ സപ്പോർട്ടോടെ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനൊരു എഫേർട്ടും ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു സിമ്പിളായിട്ട് പറയാൻ പറ്റില്ല. കാരണം കംപ്ലീറ്റ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മളുടെ കഴിക്കുന്ന ഫുഡും ചെയ്യുന്ന എക്സസൈസും മറ്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ട് പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. 1, ഇമ്മ്യൂണിറ്റിയിലെ അപാകതകൾ മൂലം തൈറോയ്ഡ് ഗ്രന്ഥിയെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നശിപ്പിക്കുന്നത് മൂലം ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിലെ പ്രശ്നം. ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ അപാകതകൾ പരിഹരിക്കാതെ തൈറോക്സിൻ മരുന്നായി കഴിച്ച് TSH നോർമലാക്കിയാലും
തൈറോയിഡിൻ്റെ നാശം തുടർന്നുകൊണ്ടേയിരിക്കും. അത് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. വർഷങ്ങളായി 10 20 വർഷങ്ങൾ തൈറോയിഡിനായി മരുന്ന് കഴിച്ചിരുന്നവർക്ക് പോലും ജീവിതശൈലി ക്രമീകരിച്ചാൽ മരുന്നില്ലാതെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാക്കാനും ATGയും TPOയും തുടങ്ങിയ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കുറച്ചുകൊണ്ടുവരാനും കഴിയുന്നതേ ഉള്ളൂ. 2. തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നത് മൂലം നെഞ്ചിടിപ്പും വിറയലും പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഗ്രേസ് ഡിസീസും ഓട്ടോഇമ്മ്യൂൺ രോഗമാണ്. ഇതിൽ സാധാരണ ചികിത്സയുടെ ഭാഗമായി ഓപ്പറേഷനും റേഡിയോ അയഡിൻ ചികിത്സയും വഴി തൈറോയ്ഡ് ഗ്രന്ഥിയെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ചികിത്സയ്ക്ക് ശേഷം ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കേണ്ടി വരും. തുടക്കത്തിലേ കണ്ടുപിടിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം സമതുലിതാവസ്ഥയിൽ എത്തിക്കുന്നതിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന ഓപ്പറേഷനും റേഡിയേഷനും ഒഴിവാക്കാനാകും. 3. തൈറോയ്ഡ് നൊഡ്യൂൾ, അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഗോയിറ്റർ തുടങ്ങിയ ക്യാൻസർ അല്ലാത്ത മുഴകൾക്കായും തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുന്ന ഓപ്പറേഷൻ കൂടി വരുന്നു. ഓപ്പറേഷന് ശേഷം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. ഭക്ഷണത്തിലെ പോഷകക്കുറവ് പരിഹരിച്ചാൽ ഇത്തരം ഓപ്പറേഷന് ശേഷമുള്ള മരുന്ന് കഴിക്കലും ഒക്കെ ഒഴിവാക്കാൻ കഴിയുന്നതേയുള്ളൂ. 4. തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിൻ എന്ന ഹോർമോൺ മാത്രമല്ല ഉണ്ടാക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്താൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന മറ്റ് ഹോർമോണുകളുടെ അഭാവം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കാൽസിറ്റോണിൻ, പാരാതൈറോയ്ഡ് ഹോർമോൺ തുടങ്ങിയ ഹോർമോണുകളും ശരീരത്തിന് ലഭിക്കാതാകും. തൈറോക്സിൻ മാത്രമേ ഗുളികയായി കഴിച്ച് കുറവ് പരിഹരിക്കാനാകൂ എന്ന കാര്യം ഓർമ്മിക്കുന്നു. 5. തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നതും കുറയുന്നതും മുഴകളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആരോഗ്യം ഉത്തമമാക്കാനായാൽ തൈറോയ്ഡിനെ എടുത്തു കളയാതെ റേഡിയോ അയഡിൻ കഴിച്ച് തൈറോയ്ഡിനെ നശിപ്പിക്കാതെ തൈറോയ്ഡ് രോഗത്തിൽ നിന്നും അതിനായി കഴിക്കുന്ന മരുന്നിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നതേ ഉള്ളൂ. 6. ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് തൈറോക്സിൻ കഴിക്കുന്നവരിൽ ചില ക്യാൻസറുകൾ വരാനുള്ള സാധ്യത 50% വർദ്ധിക്കുന്നു എന്നാണ്. ബ്രെയിൻ, ബ്രസ്റ്റ്, പാൻക്രിയാസ്, സ്കിൻ തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ തൈറോയ്ഡ് രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ഓപ്പറേഷനും റേഡിയേഷനും വിധേയമാകുന്നവരുടെയും സ്ഥിരമായി തൈറോക്സിൻ ഗുളിക കഴിക്കുന്നവരുടെയും ഒക്കെ എണ്ണം കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗിയും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ചികിത്സയിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവരാണ് കൂടുതലും ഓപ്പറേഷനും റേഡിയേഷനും ആയി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ഇത്തരം ചികിത്സകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകുന്ന സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ചികിത്സയ്ക്ക് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുൻപ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും ഹോർമോണുകളുടെയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂൺ സിസ്റ്റത്തിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും രോഗകാരണം മനസ്സിലാക്കി ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ എടുത്തിട്ട് വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യ ഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് എന്ത് ബെനിഫിറ്റ് ആണെന്നുള്ളതാണ്. ഇപ്പം പലതരത്തിലുള്ള, ഇപ്പോൾ ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അപ്പം മിക്കവാറും അറ്റ്ലീസ്റ്റ് ഒബേസിറ്റി എങ്കിലും അവർക്കുണ്ടാവും. പലപ്പോഴും പ്രീ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഓൾറെഡി ഡയബറ്റിക് ആയിരിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതല്ല. കാരണം ഇതിൻ്റെ കൂടെ മെറ്റബോളിക് സിൻഡ്രോം കൂടെ എപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ കൊച്ചു കുട്ടികളിൽ കാണാറുണ്ട്. അപ്പം അവർക്ക് ഒത്തിരി ഒബേസിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ബോഡിയിൽ ഒത്തിരി ഫാറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആ ബോഡിയെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരിക,
പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് omega-3 6, അതായത് omega-3 ഫാറ്റാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, omega-6 ഇൻഫ്ലമേറ്ററി ആണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് വരികയും കൂടെയാണ്. അപ്പം വെരി ഹൈ omega-3 ഉള്ള ഫുഡാണ് നമ്മൾ ഈ ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്, അതിനകത്ത് പ്രത്യേകിച്ച് ഹൈ omega-3 കൂടെ ആയിരിക്കും. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വൈറ്റമിൻസോ അയഡിൻ പോലെയുള്ള എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എല്ലാ ന്യൂട്രീഷനും എന്താ ഒപ്റ്റിമൽ ലെവലിൽ കൊടുക്കാനാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോഴേക്കും മിക്കവാറും പേർക്കും 10-20 വർഷമൊക്കെ തൈറോയിഡിന് വേണ്ടി ചിലപ്പം 40, 50, 60 വയസ്സുള്ള ലേഡീസ് അവർ പ്രഗ്നൻസി സമയത്ത് തന്നെ കഴിച്ചിരുന്നതായിരിക്കും. 30, 20 വയസ്സുള്ളപ്പോൾ കഴിച്ചു തുടങ്ങി. തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്ക് പോലും തൈറോയിഡിൻ്റെ ഹോർമോൺ നിർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒരു പ്രത്യേകത അതാണ് നമ്മൾ കണ്ടത്. പെട്ടെന്ന് തൈറോയിഡ് ഗ്ലാൻഡ് ഇല്ലെന്നായി പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു നല്ല പെർസെൻറ്റേജിനും തൈറോയിഡിനെ റിവൈവ് ചെയ്യാം, പ്രൊവൈഡഡ് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഓപ്പറേഷൻ ചിലപ്പം ഹെമി തൈറോയിഡക്ടമി ഒക്കെ വളരെ റെയറായിട്ട് ഒരു സൈഡ് മാത്രമേ എടുത്ത് കളഞ്ഞവർക്കും മരുന്ന് നിർത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ ടോട്ടൽ തൈറോയിഡക്ടമിയും ചെയ്ത് അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് നമുക്ക് തൈറോയിഡ് ഹോർമോൺ പിന്നെയും ചെയ്താലും മുഴുവൻ കഴിച്ചേ പറ്റുള്ളൂ. ഓപ്പറേഷൻ ചെയ്യുന്നതിനും ചെയ്യാത്തവർക്കും ഇതൊന്നും എടുക്കാത്തവർക്കും കുറച്ചുകൊണ്ട് വരാമെന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിന് മാത്രമല്ല, ഹൈപ്പോതൈറോയിഡിസം കേസ് ഡിസീസിൽ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഓപ്പറേഷനിലേക്ക് പോകാതെ ഈ കാർബിമെസോൾ അങ്ങനത്തെ കുറച്ച് മരുന്നുകളുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോഴത്തെ ഈ സിംറ്റംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള മരുന്നുകളും പിന്നെ ഈ നെഞ്ചടിപ്പൊക്കെ ഉണ്ടെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ്, പ്രൊപ്പനോളൊക്കെ പോലുള്ള മരുന്നുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സിംറ്റംസ് അവിടെ വെച്ച് കൺട്രോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്ത് ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഈവൻ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കുറഞ്ഞു വരും എന്നുള്ള. നമ്മൾ മറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ തൈറോയ്ഡ് മൊത്തത്തിലൊക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ചില ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കുറഞ്ഞ് വന്നെന്നിരിക്കും. പക്ഷേ എന്നാലും ചിലപ്പോൾ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് അവിടെ പേഴ്സിസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ഫങ്ഷൻ നോർമലാക്കണം, അതുപോലെ തന്നെ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് അതുപോലെ നമ്മൾ റെഗുലർലി കാണുന്നത് ഗോയിറ്ററാണ്. അതായത് വേറെ ഹൈപ്പറും ഹൈപ്പോയും ഒന്നും കാണില്ല, പക്ഷെ മുഴയുണ്ടാവും. അപ്പോൾ അത് 1, 2 ചെറുതായിട്ട് തന്നെ കാണിച്ചു തുടങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുഴയുടെ സൈസ് കുറയുന്നുള്ളതാണ്. മിക്കവാറും അങ്ങനെയുള്ള ഇപ്പം ഞാനൊരു കുട്ടിയെ ഓർക്കുന്നു, ഒരു 10-10th പഠിക്കുന്ന കൊച്ചാണ്. അവന് അലർജിയുണ്ട്, അവന് കണ്ണിന് ചൊറിച്ചിലുണ്ട്, മൂക്കിലുണ്ട്. അതിന് ഈ മൂക്കിൽ സ്പ്രേയും അടിച്ച് കണ്ണിന് ഡ്രോപ്പ് ഒഴിച്ച് വേണം സ്കൂളിൽ പോകാൻ. അതിൻ്റെ കൂടെ തൈറോയിഡിനും പ്രശ്നമുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ അലർജിക് സിംറ്റംസും മാറിയെന്നുള്ളതാണ്. അപ്പം അതുപോലെ തൈറോയിഡിൻ്റെ മുഴയും കുറഞ്ഞു വന്നു. തൈറോയ്ഡ് ഹോർമോണും എടുത്തുകൊണ്ടിരുന്ന തൈറോയിഡ്സിനൊക്കെ 1 month ആയപ്പോൾ തന്നെ അത് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റി. അപ്പം ടോട്ടലി വിതിൻ 2 months ഈ സിംറ്റം ഫ്രീ ആയി. മറ്റുള്ള അതായത് അലർജി അങ്ങനത്തെ കാര്യങ്ങളും മാറി ആൾ ഓക്കെ ആയി എന്നുള്ളതാണ്. പിന്നെ ക്യാൻസറിൻ്റെത് എന്താർക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേടിയാണല്ലോ. അതുകൊണ്ട് യൂഷ്വലി ക്യാൻസർ പേഷ്യൻസ് ആരും തന്നെ ക്യാൻസർ സംശയം വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ വേഗം പോയി എടുത്തു കളയുക എന്നുള്ളതാണ്. അത് നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ കാരണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ കയ്യിലാണ്, നോട്ട് ഓൺ ഡോക്ടർ. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടറിൻ്റെ കയ്യിലാണ് അതിൻ്റെ സക്സസ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. പേഷ്യൻറ്റും എത്ര കറക്റ്റായിട്ട് പഠിക്കുന്നു, എത്ര കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ വീട്ടിൽ നിന്നുള്ള ഓപ്പറേഷൻ എത്രയാണ്, പിള്ളേരൊക്കെ ആണെങ്കിൽ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്നുള്ളത്. അപ്പം അതിൻ്റെതായ ഒരു സാഹചര്യം കൂടെ അനുകൂലമായാൽ മാത്രമേ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ ഒരു അവയവം എടുത്തു കളയോ അല്ലെങ്കിൽ അതിന് റേഡിയേഷനോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനുള്ള നമ്മുടെ ടെമ്പിൾ ഓഫ് ഗോഡാണല്ലോ, നമ്മുടെ ബോഡിയാണല്ലോ, നമ്മുടെ ലൈഫിൻ്റെ തന്നെ എല്ലാത്തിൻ്റെയും ആധാരം ബോഡിയാണല്ലോ. അതിൽ നമുക്കറിയില്ലെന്നേ ഉള്ളൂ ഇതിൻ്റെ പ്രധാനം. ഇപ്പോൾ നമ്മുടെ കൈയുടെ ഉപയോഗം നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ കൈ മുറിച്ച് കളയണമെന്ന് പറഞ്ഞാൽ ആരും അതിനത്ര എളുപ്പത്തിൽ സമ്മതിക്കുകയില്ല. പക്ഷേ ഇതിൻ്റെ ഉപയോഗം നമുക്കറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അവയവവും ഗോഡ് ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് ഹൂവർ നമ്മുടെ ക്രിയേറ്റർ ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ സൃഷ്ടിച്ചവർ ചെയ്തിരിക്കുന്ന വളരെ ഒരു എന്താ
വളരെ സോഫിസ്റ്റിക്കേറ്റഡ് വർക്കാണ്. അതിനകത്തൊന്നും വേണ്ടാത്തതില്ല. അതുകൊണ്ട് നമ്മൾ ബോഡിയിൽ ഒരു പാട്ടെടുത്ത് കളയുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ചിന്തിക്കണം. അതല്ലാതെ ഒഴിവാക്കിക്കൂടെ. നമ്മൾ ഇതെല്ലാം ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്. അപ്പോൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇവർ ശരിക്കും 79 ഇയേഴ്സ് ഉള്ള ലേഡിയാണ്. 155 സെൻറ്റിമീറ്റർ പൊക്കവും 63 കിലോ ആണ് വെയിറ്റ്. ഇവർ വരുന്നത് ശരിക്കും തൈറോയ്ഡ് പ്രോബ്ലത്തിനെ അല്ല. ഇവരുടെ പ്രോബ്ലം വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഡയബറ്റിക്കാണ് 10 വർഷമായിട്ട്, തൈറോയ്ഡ് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഹൈപ്പർ ടെൻഷനുണ്ട്, കിഡ്നി ഫെയിലിയറുണ്ട്, ഹാർട്ട് ഡിസീസുണ്ട്. അപ്പോൾ ഹാർട്ട് ഡിസീസിന് വേണ്ടിയിട്ട് അവർ ശരിക്കും പ്രൊപ്പോണിനൊക്കെ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പം പക്ഷേ അവർക്ക് ആൻജിയോഗ്രാം തന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം റീനൽ ഫെയിലിയറാണ്. GFR 23 ഉള്ളൂ. പക്ഷേ ചില ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ GFR 23 ആണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും റീനൽ ഫെയിലിയറിലേക്ക് പോകും. ഈ GFR ഒക്കെ 23 നിന്ന് നമ്മൾ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് ബിലോ 15 ഇതിപ്പം റീനൽ ഫെയിലിയർ സ്റ്റേജ് 4 ആണ്, അത് മിക്കവാറും 5 പോകും. എനിവേ ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്, അവിടെ നിന്ന് ചെയ്തില്ല. അപ്പം കിഡ്നി ഡിസീസ് ഉള്ളതുകൊണ്ട് ഹാർട്ടിനും ചെയ്യാൻ മേല. അപ്പം ഹാർട്ട് പ്രശ്നത്തിനാണ് അവരിവിടെ വരുന്നത്. അപ്പോൾ അവർ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജാണ്. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, ഡയബറ്റിക്കാണ്, ഹൈപ്പർ ടെൻഷനുണ്ട്, തൈറോയ്ഡ് ഉണ്ട്, ചെവി ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല, തൈറോയ്ഡ് ഫങ്ഷൻ, പിന്നെ മൾട്ടിപ്പിൾ ന്യൂറോപ്പതിയും ഒക്കെ ഉണ്ട്. ചെവിയുടെ കാര്യമാണെന്നുള്ളൂ, കണ്ണിൻ്റെ നോക്കിയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേജിലായിരുന്ന പേഷ്യൻ്റാണ്. അപ്പം ഇവർ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് ആക്ച്വലി ഇപ്പം ഇവരിപ്പോൾ 60 ഡേയ്സാണ് ലാസ്റ്റ് വിസിറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവർ ഇച്ചിരി ഒരു 10-15 ദിവസം അവർ നമ്മുടെ സപ്പോർട്ടൊക്കെ എടുക്കാതെയും കൂടി ഇരുന്നെന്നുള്ളതാണ്. അപ്പോഴേക്കും ഒക്കെ നല്ല വ്യത്യാസം വന്നു. 30 ദിവസം ആയപ്പോഴേക്കും തന്നെ ശരിക്കും മരുന്നുകളൊന്നും ഇല്ലാതെ, ആക്ച്വലി ഇവർ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതാണെങ്കിൽ കുറേ അധികം മരുന്നുകളുണ്ടെന്നുള്ളതാണ്. മിക്സ്ഡ് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു 2 നേരം. അതുകൂടാതെ ഓൾമോസ്റ്റ് എത്രയാണ് ഇൻസുലിനും 12 മരുന്നുകൾ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു പല ഗുളികകളൊക്കെ ആയിട്ട് 12ഓളം ഗുളികകളും പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തിരുന്നതാണ്. അവർ ഒരു മാസം ആയപ്പോഴേക്കും അവരുടെ മരുന്നിൻ്റെ ഒക്കെ 12 എന്നുള്ളത് 7 കുറയ്ക്കാൻ പറ്റി. അത് ഇൻസുലിൻ നമ്മൾ ഈ ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം തുടങ്ങുമ്പോൾ തന്നെ നിർത്തുകയാണ്. ആക്ച്വലി 30 ദിവസം ആയപ്പോഴേക്കും, അല്ല 7 കുറയ്ക്കാൻ പറ്റുന്നത് 8-ാം ദിവസമാണ്. 30 ദിവസം ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വരാൻ പറ്റിയെന്നുള്ളതാണ്. 30 ഡേയ്സിൽ വരുമ്പോൾ ഓരോ ഗുളിക വെച്ച് ഒരു ഗുളിക മാത്രം ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, വോട്ടവർ ഒരു ഗുളിക മാത്രം ഉണ്ടായിരുന്നു. ബാക്കി 60 ദിവസം ആയപ്പോഴേക്കും ഒരു മരുന്നും ഇല്ലാത്ത നിലയിലെത്തി. അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഏറ്റവും സന്തോഷം തരുന്നതായിട്ടുള്ളൊരു കാര്യം, അവരുടെ GFR 42 ആയിട്ട് കൂടി. 23 42 ആയിട്ട് കൂടി. HbA1c 5.9 എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ അത്ര പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എന്നിട്ട് പോലും അത്രയും കുറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഈ ടൈമിൽ അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റ് 63 കിലോ ആയിരുന്നത് 60 ദിവസം ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും അത് 56 കിലോ ആയിട്ട് കുറയ്ക്കാനും പറ്റി. അപ്പം അവർ ഇപ്പം അത്രയും രോഗങ്ങളുണ്ടായിരുന്ന ഒരാൾ ഓൾമോസ്റ്റ് എല്ലാത്തിൽ നിന്നും മാറുവാണ്. ഇപ്പം തൈറോയിഡിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തൈറോയിഡിൻ്റെ 100 മില്ലിഗ്രാം വെച്ച് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അത് സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും തന്നെ കംപ്ലീറ്റ് കുറച്ചുകൊണ്ട് വന്ന് നിർത്തി. TSHും തൈറോയ്ഡ് ഫങ്ഷനും നോർമലായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. സോ അത്ര ഒരു രോഗമല്ല മാറുന്നത്. ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട്, കാരണം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കാണുന്ന രോഗങ്ങളെല്ലാം തന്നെ. അപ്പം എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഒന്നിച്ച് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. അതൊരു 18 വയസ്സുള്ള കുട്ടിയാണ്. അവന് ഹൈറ്റ് 164 സെൻറ്റിമീറ്ററും വെയിറ്റ് 59 കിലോയാണ്. ഓവർ വെയിറ്റ് ഒന്നുമില്ല. പക്ഷേ തൈറോയിഡിൽ ഒരു മുഴ പോലെ അവർക്ക് തോന്നി. പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പം പാപ്പിലറി കാർസിനോമ ആണെന്ന് സംശയം തോന്നി. അപ്പം തൈറോയിഡ് നൊഡ്യൂൾ
അപ്പോൾ അവരോട് ബേസിക്കലി അത് തൈറോയ്ഡ് എടുത്തു കളയാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോഴാണ്, കൊച്ചു കുട്ടിയാണല്ലോ, 18 വയസ്സ്, ക്യാൻസറിൻ്റെ സംശയമേ ഉള്ളൂ, ക്യാൻസർ ആണെന്ന് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ AMM തൈറോക്സിൻ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ട്, ATGയും TPOയും AMA ഒക്കെ കൂടുതലാണ്. അതുകൂടാതെ ഇങ്ങനെ ഒരു സസ്പിഷനും കൂടെ വന്നപ്പോഴാണ് എടുത്തു കളയാൻ പറഞ്ഞത്. അപ്പം ഇത് ആകെ സിംറ്റംസ് ആയിട്ട് ഈ കുട്ടിക്ക് ആകെ ഉള്ളത് മേത്തെല്ലാം ചൂട് പോലെ, മൊത്തം ശരീരത്തിന് ചൂട് പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. വേറെ അങ്ങനെ സിംറ്റമാറ്റിക് ആയിട്ടൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ തൈറോയ്ഡ് എടുത്തു കളയാൻ പറഞ്ഞപ്പോഴാണ് ഇതൊന്നും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ട്രൈ ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. വൈറ്റമിൻ D കുറവുണ്ട്, ATGയും TPOയും ഒക്കെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇമ്യൂണോഗ്ലോബുലിൻസ് IgG ലെവൽ കൂടുതലാണ്. പിന്നെ ഫോളേറ്റ് ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ ടിൻ ലെവൽ, അതായത് ഒരു ടോക്സിൻ, ഒരു ഹെവി മെറ്റലാണ്, ടിൻ ലെവൽ വെരി ഹൈ ആണ്, മോർ ദാൻ 25 ഉണ്ട്. അതും ഇത്ര കൊച്ചു കുട്ടികൾക്ക്, ഈ 18 വയസ്സേ ഉള്ളൂ, അപ്പോഴേക്കും ഈ ടിൻ ലെവൽ ഇത്ര കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ ഈ ഫുഡിലൊക്കെ നമ്മൾ ഈ പാക്ഡ് ഫുഡും ഒക്കെ കഴിക്കുന്നുണ്ട്. ഈ ഫോയിലും ഈ നമുക്കുണ്ടല്ലോ പാത്രങ്ങൾ, നമുക്ക് ഈ സെർവിങ് പാത്രങ്ങളും ഇത് ഡിസ്പോസിബിൾ പാത്രങ്ങൾ, ഇതിനകത്തൊക്കെ ടിന്നിൻ്റെ ഉണ്ടാവണം. പിന്നെ ടിൻ്റെ ഫുഡും വരുന്നുണ്ടാകണം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി പേർക്ക് ടിൻ ടോക്സിസിറ്റി, ടിന്നിൻ്റെ ലെവൽ ഒത്തിരി കൂടുതലായിട്ട് ഇങ്ങനെ രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പം എനിവേ ഇപ്പം പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ നമ്മൾ നോക്കി 1 മാസമായപ്പോൾ തന്നെ അവരുടെ ഒരു ആങ്സൈറ്റി കാരണം അവർ വീണ്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ തൈറോയ്ഡ് നോക്കി. അപ്പോഴേക്കും ആ തൈറോയ്ഡ് നൊഡ്യൂളിൻ്റെ സൈസ് കുറച്ച് കുറയുന്നുണ്ട്, അതുപോലെ ATGയും TPOയും ഒക്കെ കുറയുന്നുണ്ട്. 1 മാസമായപ്പോഴേക്കും തൈറോക്സിൻ കഴിക്കാതെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ നോർമലാക്കി, മരുന്നില്ലാതെ തന്നെ ഇദ്ദേഹം കഴിച്ചുകൊണ്ട് 18 വയസ്സേ ഉള്ളൂ. അപ്പോഴേക്കും റോസുവാസ്റ്റാറ്റിൻ, ഒരു കൊളസ്ട്രോളിന് വേണ്ടിയിട്ടും തൈറോയ്ഡിന് വേണ്ടിയിട്ടുമാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ മരുന്നുകൾ രണ്ടും നിർത്താനും പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഈ പേഷ്യൻസിൻ്റെ പേരൻസിനും കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ വേറൊരു പേരൻ്റ് ആണെങ്കിൽ ഇത് ഉള്ള നേരം എടുത്തു കളയാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ഇതിനകത്ത് എടുക്കുക. അപ്പോൾ അത് നമ്മളുടെ പേഷ്യൻറ്റിൻ്റെയും ബന്ധുക്കളുടെയും ആറ്റിറ്റ്യൂഡാണ് ഇതിനകത്ത് ഏറ്റവുമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്തിനാണേലും ഒരു റിസ്ക് ഉണ്ട്. ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒത്തിരി റിസ്ക് എടുത്തല്ലേ, ഓപ്പറേഷൻ ആണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും ചെയ്യുമ്പം, ഈവൻ തൈറോയിഡിനൊക്കെ ചെയ്യുമ്പോൾ മരണം വരെ വരാനുള്ള ഒരു സാധ്യതയുള്ളതാണ്. അപ്പം ആ ഒരു റിസ്ക് പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ അതിനും ഉണ്ട്. അപ്പം ആ റിസ്ക് എടുത്ത് നോക്കാനുള്ള വില്ലിങ്നെസ് ആണ് ഇതിനകത്ത് കാണുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും, ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും, മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും, മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥത മാറ്റാൻ കഴിയാതെ വരുമ്പോഴും, ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും, നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും, നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും, ചികിത്സ എങ്ങനെയായിരിക്കണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.